ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. അതിനായിട്ട് 1/2 കപ്പ് കുതിർത്ത ചെറുപയർ, പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചൂടായ എണ്ണയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 കോഴിമുട്ടയും പാകത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തൊന്ന് ചിക്കിയെടുക്കണം. ചൂടാറിയതിന് ശേഷം പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മുകളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഷ്രെഡഡ് ചീസ് കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ചൂടായ ദോശ പാനിലിട്ട് തിരിച്ച് മറിച്ചിട്ടത് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. അതിനായിട്ട് 1/2 കപ്പ് കുതിർത്ത ചെറുപയർ, പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചൂടായ എണ്ണയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 കോഴിമുട്ടയും പാകത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തൊന്ന് ചിക്കിയെടുക്കണം. ചൂടാറിയതിന് ശേഷം പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മുകളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഷ്രെഡഡ് ചീസ് കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ചൂടായ ദോശ പാനിലിട്ട് തിരിച്ച് മറിച്ചിട്ടത് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.